കൊച്ചിയിൽ റേഞ്ച് റോവർ അൺലോഡിങ്ങിനിടെ ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കാർ ഓടിച്ച അൻഷദിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 1 വർഷത്തേക്കാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തത്. സാങ്കേതിക തകരാറില്ലെന്നും മാനുഷിക പിഴവാണ് മരണത്തിന് കാരണം എന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയത്. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരും. നിതിൻ, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ റേഞ്ച് റോവർ അപകടം ഉണ്ടാകുന്നത്. റേഞ്ച് റോവർ ഈ പാലാരിവട്ടം ചളിക്കവട്ടത്തുള്ള ഈ ഷോറൂമിലേക്ക് അൺലോഡിങ്ങിനായി കൊണ്ടുവന്നതായിരുന്നു. അപ്പോഴാണ് ഈ CIT തൊഴിലാളി അൻഷാദ് ഇത്തരത്തിൽ വാഹനം ട്രക്കിൽ നിന്ന് പുറകോട്ടേക്ക് എടുക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് ഇത്തരത്തിൽ ഈ വാഹനം നിയന്ത്രണം വിടുകയും ഷോറൂമിലെ തന്നെ ജീവനക്കാരനെ ഇടിച്ചു വീഴ്ത്തി അപകടം സംഭവിക്കുകയും ചെയ്ത ജീവനക്കാരൻ പിന്നീട് മരിക്കുകയും ചെയ്തിരുന്നു. ആ സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ ഈ അപകടത്തിന് ഉത്തരവാദിയായ വാഹനം ഓടിച്ച CIT തൊഴിലാളി പറഞ്ഞത് വാഹനത്തിന്റെ സാങ്കേതിക തകരാറ് മൂലമായിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ എറണാകുളം RTO ഉദ്യോഗസ്ഥർ MVD ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ വാഹനം പരിശോധിച്ചിരുന്നു. വാഹനത്തിന് യാതൊരു വിധത്തിലുള്ള സാങ്കേതിക തകരാറില്ല എന്നവർ കണ്ടെത്തിയിട്ടുള്ളൂ. അപ്പൊ തന്നെ മാനുഷികമായ പിഴവ് കൊണ്ടാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അൻഷാദിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇയാളെ വീണ്ടും പോലീസ് വിളിച്ചു വെച്ചതിന് ശേഷം ഈ റിപ്പോർട്ട് MVD റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് പോവുകയും ചെയ്യും. അജിൻ, ശരി.